മഴതോറും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തി ആശുപത്രിവാസമെല്ലാം കഴിഞ്ഞ് കൊടുത്തിട്ട് ഓക്കെ ആയി വരികയാണ്. അസുഖമൊക്കെ മാറിയിട്ട് ബാങ്കിലേക്ക് ജോലിക്ക് കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ അപ്രതീക്ഷിത സംഭവം ഉണ്ടാവുന്നത്. പണ്ട് തന്നെ തേച്ചിട്ട് പോയ പഴയ കാമുകൻ സ്റ്റാൻലി എന്ന ലാലിച്ചൻ, അതായത് നമ്മുടെ ലാലിച്ചനെ വൈജയന്തി അവിടെ വെച്ച് കാണുന്നുണ്ട്. 23 വർഷങ്ങൾക്ക് ശേഷം അയാളെ കണ്ടതും വൈജയന്തി ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ഉള്ളിൽ ഒരുപാടധികം വികാരങ്ങൾ ഇങ്ങനെ അടിച്ചു കയറുകയാണ്. തന്നെ ചതിച്ചു കടന്ന് ആ മനുഷ്യനെ കാണുമ്പോൾ തന്നെ തടിച്ച് രണ്ട് പൊട്ടിക്കണമെന്നുള്ള ദേഷ്യമായിരുന്നു വൈജയന്തിക്ക് അന്നേരം വന്നത്. വെറുതെ അന്ന് പ്രണയിച്ച് നടന്നു എന്നതല്ല, തന്നെ ഗർഭിണിയാക്കി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ആ ക്രൂരനെ കണ്ടപ്പോൾ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പോലും പറ്റിയില്ല. ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് സ്റ്റാൻലി പതുക്കെ അടുത്തേക്ക് വരുന്നത്. വൈജയന്തിക്ക് അയാളോട് ഒന്നും തന്നെ മിണ്ടാനില്ലായിരുന്നു. താൻ എന്തിനാ എൻ്റെ മുന്നിൽ വന്നത് എന്നും ഇത്രകാലം എവിടെയായിരുന്നു എന്നൊക്കെ വൈജയന്തി അവന് നേരെ ആക്രോശിച്ചു. അന്ന് തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നിട്ടും തന്നെ വഞ്ചിച്ചു മറ്റൊരു കല്യാണം കഴിച്ചതിൻ്റെ ആ ഫോട്ടോ ഒക്കെ അവൾക്ക് ഓർമ്മ വന്നു. തനിക്ക് നാണമില്ലേ? താനൊക്കെ എന്തിനാണോ ജീവിച്ചിരിക്കുന്നത്? പോയി ചത്തൂടെ എന്നൊക്കെയാണ് വൈജയന്തി അയാളോട് ചോദിക്കുന്നത്. സ്റ്റാൻലി ആ സത്യം അങ്ങ് വെളിപ്പെടുത്തി. നീ കാര്യങ്ങളറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് വൈജയന്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി നിന്റെ ആങ്ങളമാരായിരുന്നു. നിന്റെ കുടുംബക്കാരാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് സ്റ്റാൻലി ഉറപ്പിച്ചു പറഞ്ഞു. ബാങ്കിൽ നിന്നും വണ്ടി എടുത്തു പോകുന്ന വൈജയന്തിയെ സ്റ്റാൻലി വന്ന് പിന്തുടർന്നു കൊടുത്തിന് വണ്ടി തടഞ്ഞു നിർത്തി. തനിക്കൊരുപാട് സംസാരിക്കാനുണ്ടെന്നും തനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും അയാൾ നിർബന്ധം പിടിച്ചു. വൈജയന്തി ആദ്യം അത് കേൾക്കാൻ തയ്യാറായില്ല എങ്കിലും നീ നിന്റെ ആങ്ങളമാരോട് പോയി ചോദിക്ക്, അപ്പോൾ സത്യമെല്ലാം മനസ്സിലാക്കുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ അവൾ അതിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ചു. താൻ വേറെ കല്യാണം കഴിച്ചു എന്ന് കരുതി കാത്തിരിക്കാതെ വൈജയന്തിയും വേറെ കല്യാണം കഴിച്ചതിനാൽ സ്റ്റാൻലി ഒരു കുറ്റപ്പെടുത്തൽ നടത്തി. ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നീ നിന്റെ വീട്ടുകാരോട് തന്നെ ചോദിക്കണമെന്ന് അയാൾ പറഞ്ഞതും വൈജയന്തി നേരെ പോയത് നീലഗിരിയിലേക്കാണ്. ഗംഗാധര മേനോനെ കണ്ടതോടുകൂടത്തിന് അവൾക്ക് പിന്നെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ചേട്ടാ, എനിക്ക് 23 വർഷം മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം അറിയണം. എൻ്റെ ആ പഴയ കാമുകനിലെ സ്റ്റാൻലിക്ക് എന്തു പറ്റി? എൻ്റെ കുഞ്ഞിന് അന്ന് എന്ത് സംഭവിച്ചു? അവൾ തുറന്നു തന്നെ ചോദിച്ചു. ഇത്രയും കാലം ബാലചന്ദ്രനെ പറ്റിച്ചാണ് താൻ ജീവിച്ചത്. ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് നിങ്ങളുടെ എല്ലാം കള്ളം വിശ്വസിച്ചുവെന്നും അവൾ വിളിച്ചു പറഞ്ഞു. ആ കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാതെ എന്ത് കുഞ്ഞാണെന്ന് പോലും അറിയാതെ താൻ അനുഭവിക്കുന്ന വേദന അവൾ വിവരിച്ചു. ഗംഗാധരൻ ആദ്യം ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും സ്റ്റാൻലി നേരിട്ട് വന്ന് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആകെ പതറിപ്പോയി. തന്നെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളുടെ ആങ്ങളമാരാണെന്ന് സ്റ്റാൻലി പറഞ്ഞ കാര്യം വൈജയന്തി ആവർത്തിച്ചു. അവസാനം പേടിയോട് കൂടത്തിന് ഗംഗാധരൻ അതെല്ലാം തന്നെ സമ്മതിച്ചു. നിന്റെ ആങ്ങളമാര് തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ. അന്ന് കുഞ്ഞിനെ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനു മുന്നിൽ ഗംഗാധരന് പിന്നെ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വൈജയന്തി ആകെ തകർന്നുപോയി. തൻ്റെ കുഞ്ഞ് എവിടെയായിരിക്കുമെന്ന ചിന്ത അവളെ വേട്ടയാടി. വണ്ടി ഒതുക്കി നിർത്തിയിട്ട് അവൾ ഒരുപാടധികം നേരം കരഞ്ഞു. 23 വർഷം മുൻപ് താൻ ഉപേക്ഷിച്ച ആ കുഞ്ഞാണോ ഈ അലീന എന്ന് അവൾക്ക് ചില സംശയമൊക്കെ തോന്നി തുടങ്ങി. ഒരേ പ്രായം, തിരുവനന്തപുരത്തു നിന്നുള്ള ആ ഒരു വരവ്, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അലീനയിലേക്കാണ്. താൻ ഇത്രയും കാലം ദ്രോഹിച്ചതും സംശയിച്ചതും തൻ്റെ സ്വന്തം ചോരയായിരുന്നോ എന്നോർത്തുകൊണ്ട് തന്നെ അവൾ നീറിപ്പുകഞ്ഞു. തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അലീനയാണല്ലോ എന്നോർത്തപ്പോൾ വലിയ പശ്ചാത്താപം തോന്നിപ്പോയി. ഇതിനിടയിൽ ബാലചന്ദ്രനും കൃഷ്ണമോളും ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മ എവിടെയാണെന്നും എപ്പോഴാണ് വരുന്നതെന്നും കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ തനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടെന്നും ഉടനെ തന്നെ വരുമെന്നും വൈജയന്തി മറുപടി നൽകി. വൈജയന്തി സത്യങ്ങൾ അറിഞ്ഞു കാണുമോ എന്ന പേടി ബാലചന്ദ്രനുണ്ടായി. ഒടുവിൽ വൈജയന്തി നേരെ കൈതക്കൽ വീട്ടിലേക്ക് ചെന്നു. അവിടെ എത്തി ശിവശങ്കറിനെയും രാജീവനെയും കണ്ടു. നിങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അവൾ ഗർജിച്ചു. കുടുംബ മഹിമ നോക്കാൻ വേണ്ടി അന്ന് സ്റ്റാൻലിയെ കൊല്ലാൻ നോക്കിയതും ആ ഗർഭത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും അവർക്ക് ഓരോന്നോരോന്നായി പിന്നെ സമ്മതിക്കേണ്ടി വന്നു. ഒടുവിൽ ആ സത്യം പുറത്തു വന്നു. 23 വർഷം മുൻപ് അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെയുണ്ട്. അത് അലീന തന്നെയാണ് എന്ന സത്യം വൈജയന്തി തിരിച്ചറിഞ്ഞു. അതറിഞ്ഞതോടുകൂടി തന്നെ ശരിക്കും വൈജയന്തി ആകെ തകർന്നു പോവാണ്. ഇത്ര കാലം അലീനയോട് ചെയ്ത ആ ഒരു ക്രൂരതയെല്ലാം ചിന്തിച്ചു കൊണ്ട് തന്നെ വൈജയന്തിയുടെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. തൻ്റെ മകളെ ഇത്രയും കാലമായിട്ട് തൻ്റെ കൺമുന്നിലുണ്ടായിട്ട് പോലും തിരിച്ചറിയാതെ പോയ ആ അമ്മയുടെ തീരാവേദനയോടെ വൈജയന്തി അവിടെ തളർന്നിരുന്നു. അലീനയാണ് തൻ്റെ മകൾ എന്ന സത്യം തിരിച്ചറിഞ്ഞ നിമിഷം വൈജയന്തിയുടെ ലോകം തന്നെ കീഴ്മേൽ മറിഞ്ഞു. ആ ഷോക്കിൽ നിന്നും മുക്തയാവാതെ അവൾ തളർന്നിരുന്നു പോയി. താൻ ഇത്രയും കാലം വേട്ടയാടിയത്, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചത് സ്വന്തം ചോരയാണല്ലോ എന്നോർക്കുമ്പോൾ അവൾക്ക് വല്ലാതെ ശ്വാസം മുട്ടൽ പോലെ തോന്നി. അന്ന് ആ രാത്രി വൈജയന്തി ആർക്കും തന്നെ പിടികൊടുക്കാതെ നഗരത്തിലൂടെ വണ്ടി ഓടിച്ചു.
പണ്ട് സ്റ്റാൻലിയുമൊത്തുള്ള നിമിഷങ്ങളും ഗർഭിണിയായിരുന്നപ്പോൾ താൻ അനുഭവിച്ച ഏകാന്തതയും ഓരോന്നോരോന്നായി അവളുടെ മനസ്സിലേക്ക് മിന്നിമാഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ നേരെ അലീനയുടെ വീട്ടിലേക്കാണ് വൈജയന്തി ചെന്നത്. അപ്രതീക്ഷിതമായി വൈജയന്തിയുടെ വരവ് കണ്ട് അലീനയും മനുവും ഒന്ന് അമ്പരന്നു. അവരുടെ മുഖത്തെ വല്ലാത്ത ഭാവവ്യത്യാസവും കണ്ടപ്പോൾ അലീനക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അമ്മ എന്താ ഈ സമയത്ത്, എന്തു പറ്റിയെന്ന് അലീന സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ വൈജയന്തിയുടെ നിയന്ത്രണം വിട്ടു. അവൾ ഓടിച്ചെന്നുകൊണ്ട് തന്നെ അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അലറിക്കരഞ്ഞു. ഈ കാഴ്ച കണ്ട് എല്ലാവരും ആകെ സ്തംഭിച്ചു നിൽക്കെ വൈജയന്തി ആ ഒരു സത്യമങ്ങ് തുറന്നു പറയാണ്. മോളെ, നീ എൻ്റെ മകളാണ്, നീ എൻ്റെ സ്വന്തം മോളാണ്, ഞാൻ നിൻ്റെ പെറ്റ അമ്മയാണ്, ഞാൻ പെറ്റ എൻ്റെ കുഞ്ഞാണ് നീ എന്നൊക്കെ ആ ഒരു വെളിപ്പെടുത്തൽ ഒരു ഇടിത്തീ പോലെയാണ് അലീനയിൽ പതിച്ചത്. താൻ ഇത്രയും കാലം തിരഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ അമ്മ തൊട്ടു മുന്നിൽ തന്നെ വന്നു നിൽക്കുന്നു. പക്ഷേ ഇത്രയും കാലം താൻ കൺമുന്നിലുണ്ടായിട്ട് പോലും ആ അമ്മ തന്നെയാണല്ലോ തന്നെ ഇത്രയേറെ വെറുത്തത് എന്ന ചിന്ത അലീനയെ വല്ലാതെ വേദനിപ്പിച്ചു. സത്യങ്ങൾ പുറത്തായതോടുകൂടി തന്നെ കുടുംബത്തിൽ വലിയ പൊട്ടിത്തെറികളുണ്ടായി. ബാലചന്ദ്രന് ഇതൊരു വലിയ ആഘാതമായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ മകളാണ് അലീന എന്ന കാര്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ അറിയാമെങ്കിൽ പോലും വൈജയന്തി പെട്ടെന്ന് അലീനയെ ചേർത്ത് പിടിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ എന്തോ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനങ്ങ് പ്രയാസമായി. ശിവശങ്കരനും രാജീവനും ചെയ്തു കൂട്ടിയ ക്രൂരതകൾ പുറത്തു ആയതോടുകൂടി തന്നെ ആ പഴയ സ്വർണ്ണക്കടത്ത് കേസും ഗൂഢാലോചനകളും എല്ലാം തന്നെ വീണ്ടും ചർച്ചയായി. സ്റ്റാൻലിയും വൈജയന്തിയും വർഷങ്ങൾക്ക് ശേഷം 23 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചുവെങ്കിലും പഴയ പ്രണയത്തേക്കാൾ ഉപരിയായി തങ്ങളുടെ മകൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു നൽകാനാണ് അവർ ശ്രമിച്ചത്. പെട്ടെന്ന് വൈജയന്തി വന്ന് അലീനയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് തന്നെ അലീന ആദ്യം വൈജയന്തിയെ സ്വീകരിക്കാൻ മടിച്ചുവെങ്കിലും തൻ്റെ അമ്മ അനുഭവിച്ച ചതിയും ക്രൂരതയുമെല്ലാം തന്നെ മനസ്സിലാക്കിയപ്പോൾ ആ മനസ്സങ്ങ് അലിഞ്ഞു. അവസാനം എല്ലാം മറന്നുകൊണ്ട് തന്നെ എല്ലാ പകയും വെറുപ്പും എല്ലാം അവസാനിപ്പിച്ച് അലീന വൈജയന്തിയെ നെഞ്ചോർത്ത് ചേർത്ത് പിടിക്കുകയാണ്. സ്റ്റാൻലിയും വൈജയന്തിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു. അന്ന് സ്റ്റാൻലി മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു രേഖകളെല്ലാം തയ്യാറാക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരുന്നത് വഴി ഈ കാര്യം അറിഞ്ഞു കൊടുത്തതിന് വൈജയന്തിയുടെ ആങ്ങളമാർ തന്നെയാണ് സ്റ്റാൻലിക്ക് അന്നൊരു ആക്സിഡൻറ്റ് പറ്റിച്ചത് എന്നും അന്ന് ശരിക്കും സ്റ്റാൻലിയെ അവർ കൊടുക്കുകയായിരുന്നു എന്ന സത്യമെല്ലാം തന്നെ പിന്നീട് അലീന വഴിയായിരിക്കട്ടെ വൈജയന്തി തിരിച്ചറിയുന്നത്. പക്ഷേ സ്റ്റാൻലി വിചാരിച്ചു വെച്ചിരിക്കുന്നത് വൈജയന്തി തന്നെ ചതിച്ചു എന്നായിരിക്കും. 23 വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണ് രണ്ടുപേർക്കും തമ്മിൽ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വന്നു എന്നും എന്നാൽ ഇവർ രണ്ടുപേരും തമ്മിൽ അന്യജാതിക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് വൈജയന്തിയുടെ ആങ്ങളമാർ തന്നെയായിരിക്കും ഈ കളിയെല്ലാം കളിച്ചത് എന്ന സത്യം രണ്ടുപേരും മനസ്സിലാക്കുകയാണ്. അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം രണ്ടുപേർക്കും കുറ്റബോധം തോന്നുന്നുണ്ട്. എന്നാലും അലീനയെ രണ്ടുപേരും അംഗീകരിക്കും. വൈജയന്തി അലീനയെ മകളായി അംഗീകരിച്ചതിന് ശേഷം കുറച്ച് ദിവസം അലീന വൈജയന്തിയോടൊപ്പം തങ്ങുമെങ്കിലും പിന്നീട് ജീവിതകാലം അലീന നിൽക്കാൻ പോകുന്നത് സ്റ്റാൻലിയുടെ കൂടെയായിരിക്കും. പക്ഷേ അച്ഛൻ എന്ന സ്ഥാനം മനസ്സുകൊണ്ട് അലീന കൊടുക്കുന്നത് ബാലചന്ദ്രന് തന്നെയാണ്. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.